ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. ഓട്ടൂർ ഉണ്ണിനമ്പൂതിരിപ്പാടിൻ്റെ രാധാരമണൻ എന്ന കവിത, അതിൽ പ്രഥമോല്ലാസം എന്നുള്ള ഭാഗമാണ് ഇന്ന് നാം പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. 39 ശ്ലോകങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. പ്രിയന്റെ തൃക്കാലടിയായ പട്ടുമടക്കു നീർത്താതെയുലച്ചിടാതെ പിശുക്കി വയ്ക്കുന്നൊരു രാധ തൻ്റെ മനസ്ഥിതിക്കായി പെശകുന്നു ഞങ്ങൾ. ശിരസിലിന്ദീവരമാലയായും ഉരസിലിന്ദ്രോപലരേഖയായും നേത്രത്തിൽ നല്ലഞ്ജനധാരയായും രാധാശരീരത്തിലൊളിച്ചു കൃഷ്ണൻ. കന്നിൻ്റെ പിന്നാലെ വനത്തിലേക്കു കണ്ണൻ പുലർച്ചയ്ക്കെഴുന്നള്ളിടുമ്പോൾ പെണ്ണുങ്ങൾ നോക്കി ചിഗുരങ്ങൾ ചിന്നി മിന്നും പുറം മാത്രമവർക്കു കാണാൻ. അഴിഞ്ഞു വീണീടിന കുന്തളത്താൽ മറഞ്ഞ കണ്ണന്റെ മനോജ്ഞ പൃഷ്ഠം അകന്നു പോകുന്നതു രാധ പാർത്തു നുകർന്നു കാലത്തെഴുന്നള്ളിടുമ്പോൾ. ആദ്യത്തിലെ ധൈര്യമുടഞ്ഞു രാധയ്ക്കാത്മപ്രിയൻ മെല്ലെ മറഞ്ഞ നേരം മാറുന്നു പൊങ്ങി നെടുവീർപ്പുകൊണ്ടു 4-5 കണ്ണീർ മിഴി വിട്ടിറങ്ങി. അഴിഞ്ഞ വാർക്കൂന്തലിൽ നിന്നിടയ്ക്കു കൊഴിഞ്ഞ കണ്ണന്റെ കറുത്ത പീലി വഴിക്കു കണ്ടിട്ടതുടൻ പെറുക്കി വഴിഞ്ഞ മോദേന നടന്നു രാധ. ഒറ്റയ്ക്കിരിക്കുമ്പോളിടയ്ക്കു രാധ കാലൊന്നിളക്കും കടകം കിലുക്കും. ആരോ ഒരാളീ വക ചേഷ്ട നോക്കി കാണുന്നതുണ്ടായിടുമെന്നു നന്ദി. മുണ്ടൊന്നഴിക്കും മുടിയൊന്നു കെട്ടും കാപ്പൊന്നു കേറ്റും ചിരിയൊന്നു തൂകും. ജനാലയിൽ കൂടെ ഇടയ്ക്കു നോക്കും ഇതിൻ്റെയെല്ലാം പൊരുളെന്തുരാധേ. മിന്നാമിനുങ്ങാണതു പീലിയല്ല, കാറ്റിൻ്റെ യൂത്താണതു വേണുവല്ല. ഹാ കൂരിരുട്ടാണതു കൃഷ്ണനല്ല, നീ ഓർത്തതൊക്കെ പിഴയാണു രാധേ.
മരങ്ങൾ കണ്ടേടമിരുന്നിരുന്നു മനോജ്ഞയാം രാധികയെന്ന ഗോപി. വനത്തിലേക്കൊന്നര കൊണ്ടു ദേഹം മറച്ചു പോകുന്നു നിലാവിൽ മെല്ലെ. നിലാവെളിച്ചത്തളികത്തിലെല്ലാം ആരാളമായോരളകാളി ചിന്നി. ആളിക്കു നാളീക ശരാർത്തിയുള്ളിലാളിച്ചു കൊണ്ടെത്തിയളീക ബാലൻ. ആരാണിവൻ ശ്യാമളനെന്നു തോഴി ചോദിച്ച നേരം തല താഴ്ത്തി രാധ മിണ്ടാതെ നിന്നാൾ. പരമാർത്ഥ തത്വമോദാൻ കുഴങ്ങും ശ്രുതിയെന്ന പോലെ. ഒന്നാന്തരം പിച്ചകമാലയൊന്നു തൃക്കാൽക്കൽ വെച്ച ചെറുമങ്കയാളെ സാഷ്ടാംഗപാദം പ്രണമിച്ചു മാപ്പു ചോദിച്ചു കൃഷ്ണൻ കരുണാസമുദ്രൻ. രാധാശിരോജങ്ങളിൽ മുല്ലമാല ചൂടിച്ച കൃഷ്ണന്റെ കരങ്ങൾ മിന്നി. നക്ഷത്രജാലത്തെ നിശാതമസ്സിൽ ചാർത്തിച്ച ചന്ദ്രന്റെ കരങ്ങൾ പോലെ. പൊന്നിൻ വളക്കോപ്പുകിലുക്കി രാധ പുണ്യങ്ങൾ ചെയ്തോരു കരാംബുജത്താൽ. മർദ്ദിച്ചിടുന്നു മുരമർദ്ദനന്റെ അത്യർത്ഥമാം മാർദ്ദവമുള്ളൊരൂരു. ശ്രീരാധ കൈവല്യമയന്റെ തോളിൽ കൈയല്ലിയാം മല്ലി പടർത്തിയപ്പോൾ കൃഷ്ണനു തോന്നി നിജ ജീവിതത്തിലെല്ലാടവും കിക്ലിയെടുത്ത പോലെ. രാധയ്ക്കു ചെമ്പട്ടുകൾ ജാരനായ കൃഷ്ണങ്കൽ നിന്നും പുതുതായി ലഭിച്ചു. ഇന്ദ്രന്റെ ദിക്കിന്നരുണങ്കൽ നിന്നും പീതാംബരം കൈവശമായ പോലെ. ചെനപ്പിടിക്കുന്ന ഫലം കണക്കു ചുമപ്പുവർണം ചെറുതൊന്നിണങ്ങി. കുമാരഭാവം കലരും പ്രിയന്റെ കവിൾത്തടം രാധ മുകർന്നു മന്ദം. ലാവണ്യരത്നാകരനായ സാക്ഷാൽ കാർവർണ്ണനും വാസ്തവമോതിടുമ്പോൾ പൂവേണിയാം രാധികയായി പിരിഞ്ഞു മേവിടുവാൻ വയ്യമിനിട്ടു നേരം. കുരുന്നു തോൽക്കും പ്രിയതന്റെ നെഞ്ചു കരിഞ്ഞു പോമെന്ന ഭയം നിമിത്തം ഉരത്തതായിട്ടൊരു വാക്കുപോലും ഉരയ്ക്കുമാറില്ലവളോടു കൃഷ്ണൻ. ഉറക്കമില്ലാത്തൊരു നിത്യബുദ്ധൻ കരങ്ങളാൽ നീ തടവുന്ന നേരം ഉറങ്ങിടുന്നുണ്ടുടനെ. രസത്താൽ ഇതെന്തൊരത്യത്ഭുതമാണു രാധേ. രാധയ്ക്കു സാധാരണയിൽ കവിഞ്ഞ സൗന്ദര്യമുണ്ടെന്നു നിനച്ചു താനോ? ശ്രീകൃഷ്ണന പെണ്ണിനെ ഇത്രയേറെ ലാളിച്ചിടുന്നു തലയിൽ കയറ്റി. യശോദതൻ കൈകളിൽ നിന്നു മേടിച്ചതീവ മോദത്തൊടു രാധ തന്നെ മുരാരിതൻ കൊച്ചരയിൽ സരാഗമണിഞ്ഞു പൊൻകിങ്ങിണി കോണമെല്ലാം. കാർവർണ്ണനെന്നുള്ള പദം നിനക്കു കൽക്കണ്ടമോ വാസ്തവമോതു രാധേ? ഈ വാക്കു നിൻ വായിലിടുമ്പോഴേക്കും നീർ വന്നു ചുണ്ടൊക്കെ നനഞ്ഞിടുന്നു. ഒക്കത്തു വെള്ളക്കുടമേറ്റി രാധ കാളിന്തി തൻ കൽപ്പട കേറിടുമ്പോൾ എങ്ങുന്നു നിന്നെന്നറിയാതെ വന്നോരേതോ സുഗന്ധത്തിൽ മയങ്ങി നിന്നു. ചെന്താമരാക്ഷന്റെ ചുകന്ന ചുണ്ടാമന്തിച്ചുകപ്പിൽ കമനീയമായി
പൂക്കും സ്മിതപ്പൂങ്കുലയിൽ കരേറാനെത്തുന്നു രാധാനയനദ്വിരേഭം. പൊൻകട്ടിലിന്മേൽ സുഖമായുറങ്ങും പെൺകുട്ടിയെ കൗതുകമോടുകൂടി കൺകൂട്ടിടാതങ്ങു നുകർന്നു പുണ്യം പങ്കിട്ടു നൽകി മിഴികൾക്കു കൃഷ്ണൻ. കളിക്കുവാൻ കാന്തനണഞ്ഞിടാഞ്ഞു കളിന്ത കന്യാപുളിനത്തിലല്ലിൽ കരാംബുജത്തിൽ കവിൾ ചാച്ചുവച്ചു കരഞ്ഞു വാണിടുകയാണു രാധ. കളസ്വനത്തിൽ തളയിട്ടിളക്കി ഇളം തളിർത്തൃക്കഴൽ മെല്ലയൂന്നി നിലാവെളിച്ചം വിളയുന്ന പുത്തൻ നിലത്തുലാത്തുന്നു രമാമണാളൻ. നിലാവുമല്ലി കുസുമം കൊഴിച്ചു നക്ഷത്രമന്തിത്തിരിയും കൊളുത്തി ആകാശമാകും നടുമുറ്റമേറ്റം കൃഷ്ണന്റെ കേളിക്കനുരൂപമായി. തെളിഞ്ഞ താരാമണി തുറ്റു തുറ്റു വിളഞ്ഞൊരാകാശതലം വിളങ്ങി വിളിപ്പെടും വായുപുരത്തിലുള്ള വിളക്കുമാടത്തറയെന്ന പോലെ. രാവായ കണ്ണൻ കളിർ തിങ്കൾ വെള്ളിക്കിണ്ണത്തിലെ ചോറമൃതേത്തു ചെയ്കെ വക്കത്തു ചിന്നിച്ചിതറുന്നവറ്റിൻ കൂട്ടങ്ങൾ താരാനികരങ്ങൾ മിന്നി. നിലാവിലാറാടിയ കാട്ടിൽ നിന്നു വിലാസവേഷങ്ങൾ ചമഞ്ഞു കൃഷ്ണൻ. വ്രജത്തിലെ ഗോപികൾ വന്നു ചേരാൻ വിളിച്ചിടുന്നു കളവേണുവാദ്യം. ഉറച്ചുപോയി താരകൾ വാനിടത്തിൽ തളർത്തുപോയി വല്ലികൾ വന്യഭൂവിൽ നനഞ്ഞുപോയി കൺമിഴിമാൻ കിടാവിനലിഞ്ഞുപോയി കല്ലുകളെന്തു ചിത്രം. ചെരിഞ്ഞു പോകാതെ ശരിക്കുയർത്തിപ്പിടിച്ച കാതിൽ കമലായതാക്ഷൻ പകർന്നു നൽകും കളവേണുഗീതം നുകർന്നുമേവന്നു പശുക്കിടാങ്ങൾ. മാൻകുട്ടി പെട്ടെന്നത വായിലത്തെ പുല്ലൊക്കെയും പാതി കടിച്ചു തുപ്പി നിഷ്പന്ദമായി തീർന്ന വിലോചനത്തിൽ ആനന്ദ ബാഷ്പങ്ങൾ ഒഴുക്കിടുന്നു. ഉലഞ്ഞുപോയി യോഗികൾ തൻ്റെ ധൈര്യം, അലിഞ്ഞുപോയി കല്ലുകൾ തൻ കടുപ്പം, വലിഞ്ഞുപോയി രാധയടുക്കലേക്കു വലഞ്ഞുപോയി ശ്രീഹരി വേണുകൂത്തിൽ. ശ്രീരാധയെ കൊണ്ടുവരാൻ ഗമിച്ചോൾ ഗോവിന്ദനെ കണ്ടു മയങ്ങി നിന്നു. ഒലിച്ചു പോകുന്നവനെ പിടിക്കാൻ ശ്രമിച്ചവൻ കൂടെ ഒലിച്ചുപോയി. നടക്കുവാൻ വയ്യിനി വേണമെങ്കിൽ എടുത്തുകൊണ്ടിടണമെന്നു കൊഞ്ചി മുരാരി തൻ തോളു പിടിച്ചു തൂങ്ങും കുമാരി തൻ വാശി ശുഭം തരട്ടെ. മുരാരി തൻ തോളു പിടിച്ചു തൂങ്ങും കുമാരി തൻ വാശി ശുഭം തരട്ടെ. ശ്രീഹരയേ നമഃ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 916 ദിവസം. ശ്രീമദ് ഭാഗവതം ആശ്രയ ലക്ഷണത്തെ കാണിക്കുന്ന 12 സ്കന്ധം. അതിൽ 3-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. നേരത്തെ നമ്മൾ ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ രാധാരമണൻ എന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിത അല്ലെങ്കിൽ കീർത്തനം, ശ്ലോക മാല്യം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ ഓട്ടൂരിൻ്റെ മനോഹരമായ വരികൾ പാടണമെന്നാണ് ഓമനക്കണ്ണനായ ഓങ്കാരസ്വരൂപനായ ഭഗവാന്റെ സങ്കല്പം എന്ന് ഈയുള്ളവൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഓരോ ദിവസവും ആദ്യത്തിൽ ഓട്ടൂരിൻ്റെ ഒരു കൃതി ചേർത്തും കൊണ്ട് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരോപാസന ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം എന്ന് തീരുമാനിച്ചത്. ഇവിടെ 37-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പിതൃഭ്രാതൃ സുഹൃജ്ഞാതീൻ ഹിത്വാ സൗരത സൗഹൃദാഹ നനാദ്രസ്യാല സംവാദ ദീന സ്ത്രൈണാഹ കലൗ നര. കലിയുഗത്തിലെ മനുഷ്യരുടെ അവസ്ഥ എങ്ങനെയാണ്? പിതൃഭ്രാതൃ സുഹൃജ്ഞാതീൻ ഹിത്വ, ഇവരെ മുഴുവൻ ഉപേക്ഷിക്കും. ആരെയൊക്കെ? പിതാവ്, സഹോദരൻ, സുഹൃത്ത്, ജ്ഞാതികൾ, ഇവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് സൗരത സൗഹൃദാഹ, സുരതം വഴിയുണ്ടായ സൗഹൃദം, അങ്ങനെയുള്ള സ്നേഹം. ഇവിടെ പറയുന്നു നനാദൃശ്യാല സംവാദ, ഭാര്യയുടെ അനുജത്തിമാർ, സഹോദരിമാർ, ഇവരോട് സംവാദം ചെയ്യുന്നവരും, സ്ത്രൈണ, സ്ത്രീകൾക്ക് അധീനരും, ദീന, ദുഃഖിതരുമായിട്ട് കലൗ നരാ ഭവിഷ്യന്തി, കലിയുഗത്തിൽ മനുഷ്യർ അല്ലെങ്കിൽ പുരുഷന്മാര് മാറുന്നതാണ്. അച്ഛൻ, സഹോദരൻ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇവരെയൊക്കെ ഉപേക്ഷിക്കും. ആരിൽ നിന്ന് സ്വതേ സുഖം ലഭിച്ചിരുന്നുവോ അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ആരിൽ നിന്നാണോ സുരത സുഖം ലഭിക്കുന്നത്, അത് ഭാര്യയിൽ നിന്നാണ് അല്ലേ, ആ ഭാര്യയുടെ ജ്യേഷ്ഠത്തികള്, അനുജത്തിമാര്, ഏട്ടന്മാര്, അനിയന്മാര് അല്ലെങ്കിൽ അളിയന്മാര് എന്നൊക്കെ പുതിയ ഭാഷയിൽ പറയും, എന്നിവരോട് കാര്യാലോചനകൾ ചെയ്യും. അവരാണ് ശ്രേഷ്ഠം എന്ന് തോന്നുന്നു. അവരുടെ അഭിപ്രായം ശരിയല്ലെങ്കിൽ കൂടി എന്താണ്, ആ സ്ത്രീവശവർത്തികളായതുകൊണ്ട്, സ്ത്രീകൾ പറയുന്നത് കേൾക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് ഇവരെ അതിക്രമിക്കാൻ, അവർ പറയുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ധൈര്യമുണ്ടാവില്ല. അങ്ങനെ ശക്തിയില്ലാതെ ദുഃഖിക്കും, ക്ലേശിക്കും. ശൂദ്ര പ്രതിഗ്രഹീഷ്യന്തി തപോവേഷോപജീവിന ധർമ്മം വക്ഷ്യന്തി അധർമ്മജ്ഞ അധിരുഹ്യോത്തമാസനം. ഇവിടെ പറഞ്ഞു തപോവേഷോപജീവിന, തപോവേഷത്താൽ ഉപജീവനം നടത്തുന്ന ശൂദ്രാഹ, ശൂദ്രന്മാർ, വേദം അറിയാത്തവർ, ഈശ്വരനെ അറിയാത്തവർ, വെറും ഉപരിപ്ലവമായിട്ടുള്ള വേഷം മാത്രം. പ്രതിഗ്രഹീഷ്യന്തി, പ്രതിഗ്രഹം സ്വീകരിക്കും, ദാനം സ്വീകരിക്കും. പിന്നെ അധർമ്മജ്ഞാഹ, ധർമ്മം അറിയാത്ത ആളുകൾ ഉത്തമാസനം അധിരുഹ്യ, ഉത്തമമായ ശ്രേഷ്ഠമായ സ്ഥാനത്തിൽ കയറിയിരുന്നിട്ട് ധർമ്മം വക്ഷ്യന്തി, അവരൊക്കെ ധർമ്മം പറയാനായിട്ട് തുടങ്ങും. ശൂദ്രർ തപസ്വികളുടെ വേഷം ധരിക്കും. ശൂദ്രൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേദം അറിയാത്തവൻ, ഈശ്വരനെ അറിയാത്തവൻ. ഈശ്വരനെ അറിയുന്നവൻ ബ്രാഹ്മണൻ. അല്ലാതെ ജന്മം കൊണ്ടല്ല ഇതൊന്നും പറയുന്നത്, ജാതി വ്യവസ്ഥയേ അല്ല, മറിച്ച് വേദമറിയാത്തവൻ, അറിവില്ലാത്തവൻ, തപസ്വിയെ പോലെ, തപസ് ചെയ്യുക പോലുമില്ല, തപസ്വിയെ പോലെ വേഷം ധരിക്കും, താടി നീട്ടും, തല നീട്ടും, കാഷായ വസ്ത്രം ധരിക്കും, രുദ്രാക്ഷമാല ധരിക്കും, ഇങ്ങനെയൊക്കെ നടക്കും. എന്നിട്ട് അവരുടെ ഉപജീവനത്തിന് വേണ്ടി ഇതിനെ ഉപയോഗിക്കും. ദാനമൊക്കെ സ്വീകരിക്കും,
ധർമ്മസ്വരൂപത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും ശ്രേഷ്ഠമായ സ്ഥാനത്തിരുന്നു കൊണ്ട് നേരെ വിപരീതമായ അധർമ്മത്തെ ധർമ്മം എന്നുള്ള പോലെ ആളുകൾക്ക് ഉപദേശിച്ചു കൊടുക്കും. നിത്യമുദ്വിഗ്ന മനസോ ദുർഭിക്ഷകരകരിഷിതാം നിരന്നേ ഭൂതലേ രാജന്നാനാവൃഷ്ടിഭയാതുരാം. പിന്നെ എന്തൊക്കെ ചെയ്യും? നിത്യമുദ്വിഗ്ന മനസ്സഹ, എപ്പോഴും ദുഃഖിച്ച മനസ്സോടുകൂടിയവർ ഭൂതലേ നിരന്നേ, ഈ ഭൂമിയിൽ ഭക്ഷണമില്ലാത്തത് ആകുന്ന വിഷയത്തിൽ അനാവൃഷ്ടി ഭയാതുര, വർഷമില്ലാത്ത ഭയത്താൽ ക്ലേശിക്കുന്നവരും ദുർഭിക്ഷ കർഷിതാഹ, ക്ഷാമം കൊണ്ടും രാജാവിൻ്റെ ആ കരം പിടിക്കുന്നതിൻ്റെ ആധിക്യം കൊണ്ടും കഷ്ടപ്പെടും. സ്വഭാവത്തിൽ തന്നെ ഭീതരാണ് ജനങ്ങൾ. അവർക്ക് എപ്പോഴും പേടിയാണ്, എല്ലാത്തിനെയും പേടി. കാലവർഷമില്ലാതെയാവുന്നതോടുകൂടി ഭൂമിയിൽ ഭക്ഷണമില്ലാതെയാണ്. അതുമാത്രമല്ല, ഭക്ഷണമില്ല, അതോടൊപ്പം തന്നെ നികുതി കൊടുക്കാനും ഉണ്ടാവില്ല. എന്നാൽ രാജാക്കന്മാർ നികുതി ധാരാളം പിടിച്ചു വാങ്ങുന്നവരായി മാറും. അങ്ങനെ വരുമ്പോ കഴിക്കാനില്ല, കൊടുക്കാനില്ല. ഈ ഒരു അവസ്ഥയിൽ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടും. വാസോന്നപാനശയന വ്യവായ സ്നാനഭൂഷണൈ ഹീന പിശാച സന്ദർശോ ഭവിഷ്യന്തി കലൗ പ്രജ. ഇവിടെ പറയാണ് വാസോന്നപാന ശയന വ്യവായ സ്നാനഭൂഷണൈ, വസ്ത്രം, അന്നം, ഭക്ഷണപദാർത്ഥം, ശയനം, കിടക്കാനുള്ള സാധനം, വിഷയസുഖം, സ്നാനം, അലങ്കാരം, ഇതൊന്നും ഇല്ലാതെയാവും. അതിനൊന്നും കയ്യിൽ ധനമില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ വരുമ്പോ പ്രജകൾ കലികാലത്തിൽ പിശാചുക്കളെ പോലെ അലഞ്ഞു തിരിയും. അതായിരിക്കും അവസ്ഥ എന്നാണ്. വേണ്ടത്ര വസ്ത്രം ഉണ്ടാവില്ല, ഭക്ഷണമില്ല, കിടക്കാനുള്ള സൗകര്യമില്ല, വിഷയസുഖമില്ല, സ്നാനമില്ല, അലങ്കാരമില്ല. ഇങ്ങനെ എല്ലാവരും പിശാചിന് തുല്യമായിട്ട് മാറും. കലൗ കാഗിണികേപ്യർത്ഥേ വിഗൃഹ്യ ത്യക്ത സൗഹൃദാം ത്യക്ഷ്യന്തി ച പ്രിയാൻ പ്രാണാൻ ഹനിഷ്യന്തി സ്വകാനപി. കാഗിണിക 20 കവിടി. ത്യക്ത സൗഹൃദ, സ്നേഹം ഉപേക്ഷിച്ചവർ. വിഗൃഹ്യ, മത്സരിച്ചിട്ട്, പ്രിയാൻ പ്രാണാൻ, പ്രിയാസ്പദങ്ങളായ പ്രാണങ്ങളെ ത്യക്ഷ്യന്തി, ഉപേക്ഷിക്കും, സ്വകാൻ അപി, സ്വന്തം ജനങ്ങളെ പോലും ഹനിഷ്യന്തി, ഹനിക്കുകയും ചെയ്യും. കലികാലത്തില് ജനങ്ങൾ ഏറ്റവും തുച്ഛമായ ധനം വിചാരിച്ചിട്ട്, കാകിണിക എന്ന് പറഞ്ഞ 20 കവിടി, അതിനു വേണ്ടി പോലും സ്നേഹബന്ധത്തെ ഉപേക്ഷിക്കും, മത്സരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട പ്രാണനെ പോലും ഇതിനു വേണ്ടി ഉപേക്ഷിക്കും, സ്വന്തം ജനങ്ങളെ പോലും വധിക്കും. ഇതൊക്കെ കലിയുഗത്തിലെ ആളുകളുടെ സ്വഭാവമാണ് എന്ന് പറയുന്നു. നരക്ഷിഷ്യന്തി മനുജാം സ്ഥവിരൗ പിതരാവപി പുത്രാൻ സർവാർത്ഥകുശലാൻ ക്ഷുദ്ര ശിഷ്ണോദരംഭര. ആളുകളുടെ മറ്റ് സ്വഭാവങ്ങൾ: ക്ഷുദ്ര, നികൃഷ്ടന്മാര്; ശിഷ്ണോദരംഭര, മൈഥുനസുഖവും ഭക്ഷണസുഖവും, ശിഷ്ണത്തിന്റെയും ഉദരത്തിന്റെയും സുഖം തേടി മാത്രം അത് പ്രമാണമാക്കുന്നവരായ മനുഷ്യർ. സ്ഥവിരവും പിതരവും, വൃദ്ധന്മാരായ മാതാപിതാക്കന്മാരെയും സർവാർത്ഥകുശലാൻ, എല്ലാത്തിലും സമർത്ഥരായിരിക്കുന്ന പുത്രാൻ, സ്വന്തം മക്കളെ പോലും രക്ഷിഷ്യന്തി, രക്ഷിക്കില്ല എന്നാണ്. സ്വാർത്ഥരായി മാറും എന്നുള്ളതാണ്. ജനങ്ങൾ നീചന്മാരാവും, സ്ത്രീലമ്പടന്മാരാവും, ഭക്ഷണസുഖം മോഹിക്കുന്നവരാവും. പിന്നെ ആ മാതാപിതാക്കൾ, വൃദ്ധരായി തങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ശ്രദ്ധിക്കില്ല, അവരെ രക്ഷിക്കില്ല. മക്കളെ, തങ്ങൾ ഈ ലോകത്തിന് സമർപ്പിച്ച തങ്ങളുടെ കുട്ടികളെ പോലും ഇവരെ രക്ഷിക്കില്ല. സ്വന്തം കാര്യത്തിൽ മാത്രം സ്വാർത്ഥത എന്ന് പറയുമ്പോൾ തൻ്റേതിനോടൊരു സ്നേഹമെങ്കിലും ഉണ്ടാവും. ഇത് അതുപോലുമില്ലാതെ ആളുകൾ ജീവിക്കും. അത് ഈ കലിയുഗത്തിന്റെ പ്രത്യേകതയാണ് എന്ന 42-ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ
ഇന്ന് സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം.
ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.